ഇത്? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലുക്കൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ലുക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ പോണത്. ഹെയർ ഷോർട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് 2 വർഷം മുന്നേ ഞാൻ മുടി വെട്ടിയൊരു പിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, യു കട്ട്. അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹെയർ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം 2 വർഷം ആയപ്പോഴേക്കും ഇതുപോലെ വളർന്നിട്ടുണ്ടായിരുന്നു. പീലിക്കുട്ടീനെ പ്രഗ്നൻ്റ് ആവണതിൻ്റെ തൊട്ട് മുന്നത്തെ മാസമാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പീലിക്കുട്ടിക്ക് 1 വയസ്സായാലും അപ്പോൾ കാണുന്ന ഹെയർ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഹെയറിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹെയർ ഫാൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഹെയർ കട്ട് ചെയ്യാന്നുള്ളത്. ഹെയർ കട്ട് ചെയ്ത ഹെയർ ഫാൾസ് കുറയുമെന്ന് ചോദിച്ചാൽ കുറയൊന്നുമില്ല. പക്ഷെ കൊഴിയുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ട് കാണുമല്ലോ, അപ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ലുക്കൊന്ന് മാറ്റണം എന്നും ഞാൻ വിചാരിക്കുന്നുണ്ട്. കുറേ നമ്മൾ ഹെയർ നീട്ടി വളർത്തിയിട്ട് എന്താണ് ഗൈസ് കാര്യം? എണ്ണയും തേച്ച് നമ്മളിങ്ങനെ ഇത് വളരും, ഇത് തിക്കാവും, ഇത് അടിപൊളിയാവും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ആവാൻ പോണില്ല. അത് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറുപ്പശ്ശേരിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെയർ കട്ടൊക്കെ ചെയ്യുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ, മിസ് ഇൻ കേരള ഇൻസ്റ്റ പേജ്, അതാണ് പെർഫെക്റ്റ്. അവിടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ അവർ റീൽസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇടലും ആ ഒരു ദുരുദ്ദേശം കൂടെ എനിക്കുണ്ട് ഗെയ്സ്. അപ്പോൾ എന്തായാലും ആ ഒരു ലെങ്ത്തിൽ വെട്ടാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോണത്. ഇതിന് മുന്നേ വെട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ലെങ്ത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ പോയി എന്തുണ്ടാവുകയെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മൾ സലൂണിലൊക്കെ പോയി വെട്ടുമ്പം നമ്മൾ പറഞ്ഞ ലെങ്ത് ആവില്ല, എന്തായാലും ലെങ്ത്ത് കുറയും. അവർ വെട്ടുമ്പോൾ ലെങ്ത്ത് കുറച്ചും കൂടെ കുറയും. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താവും എന്തോ. അപ്പോൾ ഒരു ബ്ലൗസ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പെർഫെക്റ്റിക്കാണ് കേട്ടോ, മിസ് ഇൻ കേരള. അപ്പോൾ നമ്മളങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണാമെന്നല്ലാതെ ഞാൻ ഇതുവരെയായിട്ട് ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളൊക്കെ ബ്യൂട്ടി പാർലർ പോണത് എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഹെയർ കട്ട് ചെയ്തു. അതിനുശേഷം ബോൾ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പുതിയ ആളാണ് തോന്നണു ബോൾ ഡ്രൈ ചെയ്യുന്നത്. കുറേ നേരം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് വന്നപ്പോൾ കിഡ് ലുക്കായിരുന്നു കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ കട്ട് ചെയ്ത കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെക്കാട്ടിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ബോൾ ഡ്രൈ ഒക്കെ ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് അത്ര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് ഗെയ്സ്. ഇപ്പോൾ ബോൾ ഡ്രൈൻ്റെ ആ ഒരു ഇതൊക്കെ പോയി. അതും എന്തായാലും പോകുമല്ലോ, നമ്മൾ പെർമനൻ്റ് ഒന്നല്ലല്ലോ ചെയ്യുന്നത്. അവർ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വൃത്തിക്ക് നിൽക്കാൻ, അത് കാണുമ്പോൾ നമുക്കൊരു പൊലിവുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തു തരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ ഉണ്ട്, ഒരു മാരേജ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ഡ്രൈ ഒക്കെ ചെയ്ത് തന്നു. അത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 2 ദിവസമൊക്കെ നിൽക്കും കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ. സാധാരണ ബോൾ ഡ്രൈ ചെയ്താൽ നമ്മളങ്ങനെ തലേന്നും നനയ്ക്കാതെ എണ്ണയൊന്നും തേക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. കുറേ ദിവസമൊന്നും നിൽക്കില്ല. പെർമനൻ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കും തോന്നുന്നു. ഇതങ്ങനെ നിൽക്കൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹെയർ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയായി എന്നുള്ളത്. അപ്പോൾ അതിനധികം എമൗണ്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഹെയർ കട്ട് ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണോ അത്രേ വരുന്നുള്ളൂ. ഓരോ കട്ടിനും ഓരോ എമൗണ്ടാണല്ലോ. ഞാൻ യു കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കത് മാത്രമാണ് കേട്ടോ കംഫർട്ട്. ലെയറൊക്കെ എനിക്ക് പേടിയാണ് ഗെയ്സ്. കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കായിരിക്കും, പക്ഷേ വെട്ടി വരുമ്പോഴേക്കും എൻ്റെ തലയുടെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനായിരുന്നു. യു കട്ടാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നതുമാണ്, വെട്ടി വരുന്നതുമാണ്. അതുകൊണ്ട് എനിക്ക് സീനില്ല. ഞാനത് 3ാമത്തെ തവണയാണ് യു കട്ട് വെട്ടുന്നത്. ബ്യൂട്ടി പാർലർ പോയിട്ട് 3ാമത്തെ തവണയാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കല്യാണത്തിന് ശേഷം കണ്ണേട്ടനാണ് വെട്ടിത്തരിക, അല്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ വെട്ടിത്തരും. സാധാരണ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വെട്ടുമല്ലോ, അതൊരു ചെറുത് തുമ്പൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടൊന്നും ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെയാണ് ഞാൻ വെട്ടാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്.
ഇപ്പോഴാണ് എനിക്കൊന്ന് ലുക്കായിട്ട് നടക്കാമെന്നൊക്കെ തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴൊക്കെ അല്ലേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ വയസ്സായിട്ട് ഇപ്പോൾ നമ്മൾ മുടിയൊക്കെ വെട്ടിക്കൊണ്ട് നടക്കുക കേസില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ. അല്ലാതെ ഇല്ലാത്തത് ഉണ്ടാക്കി ജീവിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഹെയറൊക്കെ കട്ട് ചെയ്യാൻ ഇപ്പോൾ അതിന് മാത്രമൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള പോലെ സംസാരിക്കുക, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. കണ്ണേട്ടനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ചില ഹസ്ബൻഡ്സൊക്കെ പറയുമല്ലോ, റെസ്ട്രിക്ഷൻസ് വയ്ക്കും. എൻ്റെ ഫ്രണ്ടൊക്കെ പറയാറുണ്ട്, ഏട്ടൻ സമ്മതിക്കില്ലടി എനിക്ക് വെട്ടണം എന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ കണ്ണേട്ടനൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. പിന്നെയും എൻ്റെ അമ്മയ്ക്കാവും. അമ്മ ഇപ്പോൾ ഈ മുടിയൊക്കെ വെട്ടിയത് കണ്ട ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞു വന്നിരിക്കും. അമ്മയ്ക്ക് പിന്നെ അങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. അതെല്ലാം അമ്മമാരും അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ഇതാണ് ഗേസ് എൻ്റെ ഒരു ലുക്ക്, ഫൈനൽ ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പോൾ എൻ്റെ ലുക്ക് എന്നെ ആകെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല വർക്കായിരുന്നു കേട്ടോ. ബോർഡർ ചെയ്ത കുട്ടി അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം നേരം എന്നെ ഇരുത്തിയെങ്കിലും കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന്. പിന്നെ അവർ ആ ഫ്രണ്ടിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നത്തെ തവണ വെട്ടിയപ്പോൾ തന്നെ എനിക്ക് അവിടെ കട്ട് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ബേജാറായിട്ട്. പക്ഷെ അത് എനിക്ക് അന്ന് വെട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഓക്കെ ഇവിടെ വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒരു ഫ്രണ്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെട്ടിയിടാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൈ കൊണ്ട് അതെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാമല്ലോ. എനിക്കല്ലെങ്കിൽ മുടി ഇല്ലെങ്കിലും ഉള്ള പോലെ ഞാനിങ്ങനെ ഇങ്ങനെ ചെവിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കില്ലേ നമ്മൾ, അല്ല ചെവിയുടെ സൈഡിലേക്ക് ഇങ്ങനെ വെക്കുമല്ലോ, ആ ഒരു സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ വെട്ടണം എന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ കട്ടിയിൽ വെട്ടണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വേണ്ട, എന്തിനാ വെറുതെ സാഹസികം കാണിക്കുന്നു വിചാരിച്ചു. ഇപ്പോൾ തന്നെ കുറേ മുടി എൻ്റെ വെട്ടിപ്പോയി കേസ്. അപ്പോഴൊന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം എന്തോ ഒരു സങ്കടം, എന്താണെന്നറിയില്ല. സങ്കടം പറഞ്ഞാൽ അത്ര വലിയ പൊട്ടിക്കരയാൻ മാത്രമുള്ള സങ്കടമൊന്നുമില്ല. ചില സമയത്തൊക്കെ നമ്മൾ ഓയിലൊക്കെ തേച്ചിരിക്കുമ്പോഴേ ആകെ കുറച്ച് ഉള്ള പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം എന്തോ പോലെ, അല്ലാതെ വേറെ വലിയ ഫീലൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയി വെട്ടിയതാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഹെയർ കട്ട് ഷോർട്ട് കട്ടാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ നല്ലത്. കാരണം ഞാൻ വലിയ തടിയില്ലാത്തൊരു ടൈപ്പാണല്ലോ. തടി കുറച്ചുള്ളവർക്ക് ഷോർട്ട് കട്ടാണ് കേട്ടോ ഭംഗി ഉണ്ടാവുക. കുറച്ച് തടി ഉള്ള പോലെ തോന്നിക്കും ചെയ്യും. അതായിരിക്കും ലുക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് തടിയും സൈസൊക്കെ ഉള്ളവർക്ക് ലോങ് ഹെയർ ആവും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവുക, ബെറ്റർ ആവുക. അതായിരിക്കും ഒരു രസം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, വേറെ ആരുടെയും അല്ല ഗൈസ്. അപ്പോൾ ഇതാ അവരങ്ങനെ ഹെയർ കട്ട് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഇതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസൊക്കെ ആകെ ഡാമേജ് ആയിട്ടുണ്ട്, ഫേസ് എന്ത് ചെയ്യാനപ്പോൾ ക്ലീനപ്പ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ മുന്നേ ഒരു തവണ ക്ലീനപ്പ് ചെയ്തിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നല്ല കേട്ടോ, വേറൊരു ബ്യൂട്ടി പാർലറിന്ന് വെറുതെ നമ്മൾ കോഫി പൗഡറും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ചെയ്യില്ലേ, അത് കഴിഞ്ഞുള്ളൊരു ആ ഒരു എഫക്റ്റാണ് കേട്ടോ എനിക്കുണ്ടായിരുന്നത്. അത് പെരിന്തൽമണ്ണെന്നായിരുന്നു. ഇവിടുന്ന് ഞാൻ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കണം, എന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേസ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.